ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ല സോഫ്റ്റും ലൈറ്റുമായിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. 1/2 kg തൂക്കം വരുന്നൊരു കേക്കാണിത്. ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ബേക്കിംഗ് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് ടിൻ വെച്ചിട്ട് നമുക്ക് 1 കിലോത്തിൻ്റെ കേക്കൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ഈ ബേക്കിംഗ് ടിന്നിൻ്റെ അളവിൽ മുറിച്ചെടുത്തിരിക്കുന്ന ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചാൽ കേക്കിൻ്റെ സൈഡൊക്കെ അധികം കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബേക്കിംഗ് ടിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 120 ഗ്രാമാണ്. പിന്നെ ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ 8 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ 15 ml ആണ്. മൈദ എടുത്തിരിക്കുന്ന ആ അളവിൽ തന്നെ പഞ്ചസാരയും നമുക്ക് എടുക്കണം. 120 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 30 ഗ്രാം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ച മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് നമുക്ക് അതിന് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ് 2-3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 മുട്ട എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒരുമിച്ചിടാതെ കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇത് ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്നെസ്സിൽ ബീറ്റായിട്ട് കിട്ടണം ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ്. ഈ എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് പകുതിയോളം ബീറ്റായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ബീറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്കിത് ബീറ്റർ ഓഫ് ചെയ്യാം. ഈ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് സ്പീഡിൽ ചെയ്താൽ നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ പതയൊക്കെ അടങ്ങിയിട്ട് കട്ടിയായി പോകും കേക്ക്. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 155 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. OTG ഓവനാണെങ്കിൽ 155 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് ആയിരിക്കും ആ ഒരു ടെമ്പറേച്ചർ. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ വിണ്ട് കീറാതെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഞാൻ ഊരി മാറ്റുകയാണ്. നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതൊരു 1/2 കിലോ തൂക്കം വരുന്ന കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 1 കിലോ തൂക്കമുള്ള കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ട നല്ല സോഫ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് മുറിച്ച് കാട്ടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ തണുത്തിട്ട് ചെയ്താൽ മതി. ഏകദേശം 1 ഇഞ്ച് കനത്തിൽ 3 ലെയറായിട്ട് നമുക്ക് ഈ കേക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു.